പാർത്ഥ കർണവധായ മാർഗണഗണം ക്രുദ്ധോ രണേ സന്തതേ. കർണനെ വധിക്കുന്നതിന് വേണ്ടി ക്രുദ്ധനായ പാർത്ഥൻ തൻ്റെ തൂണീരത്തിൽ നിന്ന് കുറേ അമ്പുകൾ എടുത്തു. തസ്യാർദ്ധേന എടുത്ത അമ്പുകളുടെ പകുതി കൊണ്ട് തസ്യാർദ്ധേന നിവാര്യ തത് ശരഗണം, കർണൻ്റെ ശരഗണത്തെ, കർണൻ തൂകിയ എയ്തുവിട്ട അമ്പുകളെ തൂണീരത്തിൽ നിന്ന് പാർത്ഥൻ എടുത്ത, അർജുനൻ എടുത്ത അമ്പുകളുടെ പകുതി കൊണ്ട് നിവാര്യ തടുത്തിട്ട് മൂലൈശ്ചതുർഭിർ ഹയാൻ, എടുത്ത അമ്പുകളുടെ വർഗമൂലത്തിൻ്റെ 4 ഇരട്ടി കൊണ്ട്, സ്ക്വയർ റൂട്ട് വർഗമൂലത്തിൻ്റെ 4 ഇരട്ടി കൊണ്ട് ചതുർഭിർ ഹയാൻ കുതിരകളെ തകർത്തു. എടുത്തതിൻ്റെ പകുതി കൊണ്ട് കർണൻ്റെ അമ്പുകളെ തടുത്തു. തൂണിരത്തിൽ നിന്ന് എടുത്ത അമ്പുകളുടെ പകുതി കൊണ്ട് കർണൻ അയച്ച അമ്പുകളെ തടുത്തു. തൂണിരത്തിൽ നിന്ന് മൊത്തം എടുത്ത അമ്പുകളുടെ തുകയുടെ വർഗമൂലത്തിൻ്റെ 4 ഇരട്ടി കൊണ്ട് കർണൻ്റെ കുതിരകളെ കൊന്നു. ശല്യം ഷഡ്ഭിരഥേഷുഭി ത്രിഭിരഭി ഛത്രം ധ്വജം കാർമുകം. 6 അമ്പുകൾ കൊണ്ട് ശല്യരെ കൊന്നു. ശല്യം ഷഡ്ഭിരഥേഷുഭി ത്രിഭിരഭി 3 അമ്പുകളെ കൊണ്ട് ഛത്രം ധ്വജം കാർമുകം കൊടമുറിച്ചു, കൊടി ഖണ്ഡിച്ചു, വില്ലറുത്തു. ചിച്ഛേദാസ്യ ശിരശരേണ കഥിതേ. ചിച്ഛേദ മുറിച്ചു, കൊന്നു എന്നുള്ള അർത്ഥത്തിൽ. ചിച്ഛേദാസ്യ ശിരശരേണ, ഒരു ശരം കൊണ്ട് അവൻ്റെ ശിരസ് മുറിച്ചു കർണൻ്റെ. കഥിതേ യാനർജുന സന്തതേ. അങ്ങനെയാണെങ്കിൽ തൂണീരത്തിൽ നിന്ന് എടുത്ത അമ്പുകൾ കിത്തനെ. ഇത് ലീലാവതി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് വെറുതെ തമാശയ്ക്ക് വായിക്കാൻ വേണ്ടി എഴുതി കൊടുത്തതാണെന്നാണ് പറയുന്നത്. ഭാസ്കരാചാര്യൻ ഒന്നാമൻ, 2 ഭാസ്കരാചാര്യന്മാരുണ്ട്. ഈ ഭാസ്കരാചാര്യന്മാരിൽ ഒന്നാമൻ്റെ ഒരു കളിയാണ് ഈ കണ്ടതേ. ഇവിടെ നമ്മൾ ബോർഡൊക്കെ വെച്ച് എഴുതി കാണിച്ചാലേ അത് ശരിക്കും മനസ്സിലാവുള്ളൂ. 10 സ്ക്വയർഡാണ് അതിൻ്റെ ആൻസർ, ഉത്തരം 10 സ്ക്വയർഡാണ്. 10 സ്ക്വയർഡ് എന്ന് വെച്ചാൽ 100 അമ്പുകളാണ് എടുത്തത്. വസ്തുതാപരമായ പ്രമാദമുണ്ട് ഇതിനകത്ത്. ഭാസ്കരാചാര്യർ ചിലപ്പോൾ മഹാഭാരതം കുട്ടിക്കൃഷ്ണമാരും വായിച്ചതുപോലെ വായിച്ചിട്ടുണ്ടാകുള്ളൂ. എന്താണ് കാരണം? ശല്യരെ കൊന്നില്ല അർജുനല്ല ശല്യരെ കൊന്നത്. ശല്യരെ കൊന്നത് ധർമ്മപുത്രനാണ്. അപ്പോൾ ശല്യരെ കൊന്നു എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വ്യാഖ്യാതാക്കന്മാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു സ്ഖലിതം എന്നൊക്കെ പറഞ്ഞ് വിടാനുള്ളതാണ്. ഗണിതശാസ്ത്ര പണ്ഡിതൻ മഹാഭാരതം വായിച്ചിട്ടുണ്ടാകും, അതിൻ്റെ വിശദാംശങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുണ്ടാകില്ല. അല്ലെങ്കിൽ ഇതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അതുകൊണ്ട് ശല്യരെ തടഞ്ഞു എന്ന് അർത്ഥമെടുത്തോളുമായിരിക്കും എന്നും ഭാസ്കരാചാര്യൻ ഒന്നാം ഭാസ്കരാചാര്യൻ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ വ്യാഖ്യാതാക്കൾ എഴുതി വച്ചിരിക്കുന്നത് ശല്യരെ ഇദ്ദേഹം കൊന്നു എന്ന് തന്നെയാണ്. 6 ശരം കൊണ്ട്. ശല്യം ഷഡ്ഭിരഥേഷുഭി, ഷഡ്ഭിർ ഇഷുഭി 6 അമ്പുകൾ കൊണ്ട് ചിച്ഛേദ ശല്യരെ ഛേദിച്ചു എന്നാണ്. അപ്പോൾ ഇത് വിനോദമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇൻ്റലിജൻഷ്യ, ഒരു ധൈഷണിക വർഗം ഭാരതത്തിലുണ്ടായിരുന്നു. എന്തൊക്കെ ചിന്തിച്ചിരിക്കുകയില്ല അവർ. പാശ്ചാത്യ ലോകത്തിന് മുഴുവനും ജ്യാമിതിയിലൂടെ മാർഗങ്ങൾ കാട്ടിക്കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഭൂമിയുടെ സാംസ്കാരിക ചരിത്രത്തിൽ സാംസ്കാരികമായ, വൈജ്ഞാനികമായ, വിദ്യാപരമായ
ശാസ്ത്രപരമായ ആധമർണ്യത്തിന് കാരണക്കാരായ അനേകം ആചാര്യന്മാരുണ്ടായിരുന്നത് കൊണ്ട് ഈ സസ്യങ്ങളെയും ജന്തുക്കളെയും ഒക്കെ കൊല്ലരുത്, അവയ്ക്ക് അവയുടേതായ അസ്തിത്വം നാം വകവെച്ച് കൊടുക്കണം. അങ്ങനെ വകവെച്ച് കൊടുക്കുന്നതാണ് സംസ്കാരത്തിൻ്റെയും അഹിംസയുടെയും സത്യപരിപാലനത്തിൻ്റെയും മഹോന്നതമായ അനുഷ്ഠാന രീതി എന്ന് ഉപദേശിച്ചു തരാൻ അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ല. ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്, സമാധിയിൽ മുഴുകുന്നതൊക്കെ ജീവിതക്രമമായി ശീലിച്ചു പോന്നിരുന്ന വലിയ ഒരു ധൈഷണിക വർഗത്തിൻ്റെ സാംസ്കാരികമായ പരിരക്ഷയുടെ ശീതളമായ ഛായയിൽ ആമഗ്നമായി കിടന്നിരുന്ന ഉന്നതമായ ഒരു മനുഷ്യവർഗം.